ഹലോ എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 2 സ്റ്റെപ്പ് ലിപ് കെയർ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ലിപ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു നൈറ്റ് എന്താ പറയുക ലിപ് കെയർ എന്നൊക്കെ പറയാം കേട്ടോ. ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ലിപ് കെയർ നൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. അതൊന്ന് വേഗം പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിളായിട്ടുള്ളതും ഡെയിലി ബേസിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതുമായിട്ടുള്ള എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് ചെയ്യാനും കൂടി പറ്റുന്ന രീതിയിലുള്ള ഒരു 3 സ്റ്റെപ്പാണ് കേട്ടോ. 2 സ്റ്റെപ്പ് അല്ല, 3 സ്റ്റെപ്പ് ലിപ് കെയർ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഏതെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റി 1 ഡേ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. വെളിച്ചെണ്ണയാണ്, അപ്പം നമ്മളിങ്ങനെ എപ്പോഴും കൈ തൊട്ടിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യത്തേത് കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമ്മുടെ ലിപ് കെയറിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കതല്ലാതെ വേറെ ഏതെങ്കിലും ഇപ്പോൾ ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏതെങ്കിലും ഓയിൽസാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഓയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഓയിൽ വെച്ചിട്ട് നമ്മുടെ ലിപ്പിനൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യാണ് കേട്ടോ. നല്ല വലിയ എന്താ പറയുക, ഭയങ്കര പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചുണ്ടിൻ്റെ ഏരിയയിലൊന്നും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. വളരെ സ്ലോ ആയിട്ട് ടൈം എടുത്തിട്ട് മസാജ് ചെയ്യുന്നതാണ് നല്ലത്. റൗണ്ടായിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ എന്തിനാണ് ഈ മസാജ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലിപ്പിൽ ഈ ഡെഡ് സെല്ല് ഉണ്ടാവും. അതേപോലെ തന്നെ ചുണ്ടൊക്കെ വരണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഓയിൽ വെച്ച് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ മസാജിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പിന് നന്നായിട്ടൊന്ന് എന്താ പറയുക, നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണെങ്കിൽ അതിനൊന്ന് ആ ഡ്രൈനെസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു മസാജ് കൊടുക്കുന്നത്. ഡെയിലി ബേസിസിൽ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത, അതായത് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. കഴുകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാനുള്ള ഐറ്റം എന്ന് പറയുന്നത്. അതും നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഐറ്റം ആണല്ലേ. തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ശരിക്കും ഇത്രയും വലിയ പീസ് വേണ്ട. ഞാൻ ഈ ജ്യൂസും ജസ്റ്റ് പിഴിഞ്ഞെടുക്കാനും നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത്. ചെറിയൊരു പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയ പീസ് നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ പീസ് മതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് ആൻഡ് ഇതിൻ്റെ ഒരു പീസ്, ചെറിയൊരു പിഴിഞ്ഞെടുത്തപ്പോൾ വന്നിട്ടുള്ളൊരു പീസാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പുളി എന്തിനാണ് തക്കാളി വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു മസാജ് കൊടുക്കുന്നത് അറിയാമോ? തക്കാളി എടുത്ത് ഇതേപോലെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയിലില്ലേ സെലിനിയം പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ്. നമ്മളിത് രാത്രി നിങ്ങൾക്കൊരു നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇല്ലെങ്കിൽ പകൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചുണ്ടുകളെ സൂര്യാഘാതത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം നല്ലതാണ്. ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ലിപ് ബാം യൂസ് ചെയ്യേണ്ടത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലിപ് കെയറിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടില്ലേ ഓയിൽ മസാജിങ്, അതൊക്കെ വളരെയധികം നല്ലതാണ്. വീക്ക്ലി ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഡെഡ് സെല്ലൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പിൽ നമ്മുടെ ഈ ടൊമാറ്റോ ജ്യൂസ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ കേട്ടോ. നിങ്ങളിത് കഴുകണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ പുറമേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. കുഴപ്പമില്ല, അതങ്ങനെ ഡ്രൈ ആയിപ്പോയിക്കോളും.
നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു സ്കിന്നിലേക്ക് ഈ ഒരു ടൊമാറ്റോ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങി ചെല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഡ്രൈ ആയി പോയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾ നൈറ്റിലും ഡെയിലും ഒക്കെ നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ലിപ് ബാം യൂസ് ചെയ്യണം. ഈ ലിപ് ബാം ഗുഡ് വൈബിൻ്റെ ആണ് കേട്ടോ. എന്താ നല്ലൊരു ബീട്രൂട്ടിൻ്റെ ഒരു ലിപ് ബാമാണ്. ബീട്രൂട്ടിൻ്റെ കണ്ടോ ചിത്രമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ലിപ് ബാം യൂസ് ചെയ്യാണ്. കണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു സെയിം കളറായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ ഈ ഒരു ലിപ് ബാം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് എക്സ്ട്രാ ഇനി ലിപ്സ്റ്റിക്ക് ഇടണം എന്നൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കളർ തന്നെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ലിപ്പിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഇതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു ലിപ് ബാം ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിയത്. അതായത് നമ്മുടെ പർപ്പിൾ കോസ്മെറ്റിക്സ് ഇല്ലേ, അതിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് പ്രൈസ് ഒന്നും അധികം ഇല്ല കേട്ടോ. എന്താ പറയുക, എനിക്ക് ഓഫറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ലിപ് ബാം നല്ല റേറ്റും കാര്യങ്ങളുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ളത് വാങ്ങി എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കളറുള്ളത് വാങ്ങിക്കണമെന്നില്ല, പ്ലെയിൻ കളർ വാങ്ങിയാലും മതി. കണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ ലിപ് ബാം യൂസ് ചെയ്യാതെ സംസാരിച്ച സമയത്തും ഇപ്പോൾ ലിപ് ബാം യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ കാണുന്നതിലെ ഡിഫറൻസ് മനസ്സിലായോ? അതാണ് ഈ ഒരു ലിപ് ബാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു ഷെയ്ഡ് ഉള്ളതിനോണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇനി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ലിപ്പിന് കൂടുതലായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞതായിട്ടാണ് ചെയ്യുന്നത്, വലിയ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറുതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്തെങ്കിലും എന്താണ് ഞാൻ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നന്നാക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ അത് മാത്രമല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എനിക്കൊരു വലിയ ഉപകാരമാണ്. അപ്പോൾ ഇതൊക്കെ ഇരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേഗം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.